എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, മനുഷ്യനായി ജനിച്ചാൽ പാപം ചെയ്യാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. എന്ന് വെച്ചാൽ 99.4% ആൾക്കാരും ഏതെങ്കിലും തരത്തിൽ പാപകർമ്മം ചെയ്തിട്ടുണ്ടാകും. അതിൽ അറിഞ്ഞു ചെയ്തതും ഉണ്ടാവും, അറിയാതെ ചെയ്തു പോയതും ഉണ്ടാകും. എന്നാൽ ഇങ്ങനെ നിരവധി പാപകർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നിരവധി പുണ്യകർമ്മങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളുടെ ഭാരം കുറക്കുമെന്ന് പറയുന്നുണ്ട്. ഞാനിവിടെ പറയുന്ന കാര്യം എന്താണെന്നറിയോ? നമ്മൾ ചെയ്യുന്ന ചില പാപകർമ്മങ്ങൾ ഒരിക്കലും ക്ഷമയില്ലാത്തതാണ്, അല്ലെങ്കിൽ മാപ്പില്ലാത്തതാണ്, അതിന് പരിഹാരമില്ലാത്തതാണെന്ന് പറയുന്നത്. നിരവധി പാപകർമ്മങ്ങളുണ്ട് അറിഞ്ഞും അറിയാതെയും ചെയ്യുന്നത്. ഇപ്പോൾ നടക്കുന്ന അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഉറുമ്പിനെ ചവിട്ടിപ്പോയി എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ചവിട്ടി കൊന്നുപോയി. അതറിയാതെ നടക്കുന്നതാണ്. കാരണം നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾ ഭൂമിയെല്ലാം ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ നടക്കുമ്പോൾ നമ്മൾ അറിയാതെ പല പാപകർമ്മങ്ങളും ചെയ്യും. അതുപോലെ തന്നെ വെള്ളം കുടിക്കുമ്പോഴായാലും ഭക്ഷണം കഴിക്കുമ്പോഴായാലും ഒരു വെണ്ടക്ക നമ്മൾ കടിച്ച് തിന്നിരിക്കട്ടെ, വെണ്ടയ്ക്കുള്ള പുഴുണ്ട് നമ്മളറിയില്ല, നമ്മൾ ചിലപ്പോൾ ഉള്ളിലേക്കാവും. അത് ചില കറികളിലൊക്കെ, ചില പച്ചക്കറികളുടെ ഉള്ളിലൊക്കെ പല സാധനം ഉണ്ടാവും, മാങ്ങക്കുള്ളിലൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലും, നമ്മളതിനെ കൊല്ലുന്നു എന്നർത്ഥം. അതിനേക്കാളും അതല്ലാതെ തന്നെ മറ്റൊന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഒരു കൊതുക് വന്ന് നമ്മളെ കടിച്ചു, നമ്മൾ എന്ത് ചെയ്യും? അറിയാതെയാണെങ്കിൽ അതിനൊന്ന് അടിക്കും, അത് അന്നേരം തന്നെ ചാവും. അതും പാപം തന്നെയാണ്. അപ്പോൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ നിരവധി പാപകർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ചില കർമ്മങ്ങൾ അതിന് ഒരു പരിഹാരവുമില്ലാത്തതാണ്, അത് അറിഞ്ഞുകൊണ്ട് മാത്രം ചെയ്യുന്നതുമാണ്. നമ്മൾ ആരെങ്കിലും അത്തരത്തിലുള്ള പാപകർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ? യാതൊരു തരത്തിലും ഭഗവാന്റെ പക്കൽ നിന്നും ഇളവ് ലഭിക്കാത്ത ആ പാപകർമ്മങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയുന്നത്. നിരവധിയുണ്ട്. എന്നിരുന്നാലും ഞാനിവിടെ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഒരു 7 പാപകർമ്മങ്ങളെക്കുറിച്ചാണ്. ഈ 7 പാപകർമ്മങ്ങളും ചെയ്യാതിരുന്നാൽ തന്നെ നമ്മുടെ മനുഷ്യജന്മത്തിൻ്റെ ഒരു പകുതി ഭാരം കുറഞ്ഞു കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റുള്ള പാപകർമ്മങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്യും. പക്ഷേ ഈ 7 കർമ്മങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ കുടുംബത്തിലെ ഒരാളും ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ഇനി ഒന്നാമത്തെ പാപകർമ്മം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ ഇതെന്ന് വെച്ചാൽ ഗർഭിണികളായ സ്ത്രീകളുണ്ടാവുമല്ലോ, ആ ഗർഭിണികളായ സ്ത്രീകളോട് ഒരു കാരണവശാലും മോശമായി പെരുമാറാൻ പാടില്ല എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ കാരണം? ഒന്ന്, ഈ ഗർഭിണികളാകുമ്പോൾ തന്നെ അവർ ശാരീരികവും മാനസികവുമായി ദുർബലകളാണ്. അപ്പോൾ ദുർബലരായ ആൾക്കാരോട് ഒരിക്കലും മോശമായി പെരുമാറരുത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ വയറ്റിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കാനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ അമ്മയ്ക്ക് എതിരെ സംസാരിക്കുകയാവട്ടെ, അമ്മയുടെ മുന്നിൽ വെച്ച് സംസാരിക്കുന്നതാവട്ടെ, എന്ത് നല്ല കാര്യമായാലും മോശം കാര്യമായാലും അത് അതേപടി ഈ കുട്ടിക്കാണ് അതിൻ്റെ ഗുണദോഷങ്ങൾ ലഭിക്കുക. ആ കുട്ടി അത് കേൾക്കുകയും അതിൻ്റെ ശബ്ദങ്ങളും അതിൻ്റെ ആ ഭയാനകമാണെങ്കിൽ ഭയാനകം, സന്തോഷകരമാണെങ്കിൽ സന്തോഷകരം, ദുഃഖകരമാണെങ്കിൽ ദുഃഖകരം, ഇതെല്ലാം ഈ കുട്ടിയെ ബാധിക്കും എന്നർത്ഥം. എന്ന് വെച്ചാൽ ഈ ഗർഭിണി ചില സാഹചര്യത്തിൽ ഭർത്താവിൽ നിന്നോ മറ്റുള്ള ആരെങ്കിലും നിന്നോ മോശമായിട്ടുള്ള സംഭാഷണങ്ങളോ കുറ്റമായിട്ടുള്ള വാക്കുകളോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള തെറിവാക്കുകളോ അല്ലെങ്കിൽ ശാരീരിക പീഡനങ്ങളോ ഏൽക്കേണ്ടി വന്നാൽ അതെല്ലാം തന്നെ ഈ കുട്ടിക്കും ബാധിക്കും. കുട്ടിയുടെ ജനനശേഷം അത് കൃത്യമായി അവരുടെ ജീവിതത്തിൽ അത് കാണുകയും ചെയ്യും. അവരുടെ ശരീരത്തിൽ പോലും അതിൻ്റെ ആ പ്രവർത്തനം കാണാൻ പറ്റും എന്നർത്ഥം. അപ്പോൾ ഒരു കാരണവശാലും ഗർഭിണിയോട് മോശമായിട്ട് ആരും പെരുമാറാൻ പാടില്ല. ഗർഭിണിയെ എപ്പോഴും സന്തോഷിപ്പിക്കുകയാണ് വേണ്ടത്. അത് ശത്രുവായാൽ പോലും അവർക്ക് മോശമാകുന്ന തരത്തിൽ നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലം അതീവ തീവ്രമായിരിക്കും. അതെന്തായാലും നമ്മുടെ ജീവിതത്തിലും നമ്മൾ അനുഭവിക്കേണ്ടതായി വരും. ഗർഭിണിയെ ദ്രോഹിച്ചാൽ അല്ലെങ്കിൽ അവൾക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാകുന്ന കാര്യം എന്ത് ചെയ്താലും അത് 100% ആ ചെയ്ത ആൾക്ക് 10 ഇരട്ടിയായിട്ട് ലഭിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മുടെ മക്കളോ നമ്മുടെ കുടുംബത്തിലെ ഒരാൾ പോലും മറ്റുള്ളവരോട് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം നമ്മൾ പഠിപ്പിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ദാമ്പത്യം തകർക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ സന്തോഷകരമായ കുടുംബജീവിതം ഉണ്ടാവും, അത് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണോ?
അങ്ങനെയാണെങ്കിൽ ജീവിതാവസാനം വരെ മനസ്സമാധാനമില്ലാതെ ഭ്രാന്തനെ പോലെ അലയേണ്ടി വരുമെന്നാണ് പറയുന്നത്. അതിന് മാപ്പില്ലാത്ത ഇതാണ്. അപ്പോൾ എങ്ങനെയാണ് ദാമ്പത്യം തകർക്കുന്നത് എന്ന് നമ്മൾ സംശയിക്കും. അതിൻ്റെ പ്രധാന കാരണം വെച്ചാൽ, ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും സന്തോഷത്തോടുകൂടി ജീവിക്കുകയാണ്. ആ സമയത്ത് ആ ഭാര്യയെ നമ്മൾ വേറൊരാൾ പോയിട്ട് അവളെ സ്വാധീനിക്കുന്നു. നിനക്ക് ഞാൻ അത് കാണിച്ചു തരാം, ഇത് കാണിച്ചു തരാം, മറ്റേത് തരാം, നിനക്ക് എൻ്റെ ഒന്നിച്ച് വന്ന് നല്ല സുഖമായിട്ട് ജീവിതം കിട്ടും എന്നൊക്കെ പ്രലോഭനങ്ങളിലൂടെ വന്ന് ആ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായി ജീവിക്കുന്ന പെൺകുട്ടിയെ അടർത്തിയെടുത്ത് കൊണ്ടുപോയിന്നിരിക്കട്ടെ, അവൻ്റെ ജീവിതം വളരെ ദുർഘടം പിടിച്ചതായിരിക്കും. അവനൊരിക്കലും ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം കിട്ടാത്തതായിരിക്കും. ഇനി അത് അവളായാലും, ഒരു കല്യാണം കഴിഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ ഒരു പുരുഷനെയാണ് ഒരു സ്ത്രീ ഇതേപോലെ കൊണ്ടുപോയെങ്കിൽ അവൾക്ക് മരണം വരെ പിന്നീട് സ്വസ്ഥതയുണ്ടാകില്ല എന്നുള്ളതാണ്. ഇനി ഇത് മാത്രമല്ല, ഭാര്യാഭർത്താക്കന്മാർ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരദൂഷണങ്ങളും കുറ്റങ്ങളും കുറവുകളും എന്തൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ തെറ്റിക്കുന്നിരിക്കട്ടെ, അതിനും ഇത് തന്നെയാണ് ഫലം. എന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിൽ ദാമ്പത്യ ജീവിതത്തെ സന്തോഷകരമായി ജീവിക്കുന്ന ഒരു ഇണയെ ഒന്നിന് നഷ്ടമായി, എനിക്ക് കൊന്നു കളഞ്ഞു എന്നിരിക്കട്ടെ ഏതെങ്കിലും തരത്തിൽ, എന്നാലും അവർക്ക് അതീവ ദോഷങ്ങളായിരിക്കും ഉണ്ടാവുക എന്നർത്ഥം. ദമ്പതികളെ ഒരു കാരണവശാലും പിരിപ്പിക്കാൻ പാടില്ല. അവരെ പിരിച്ചുവിട്ടാൽ അത് നമ്മുടെ ജീവിതത്തിനെ മൊത്തമായിട്ട്, നമ്മുടെ ജീവിതത്തിന് മാത്രം നമ്മുടെ വരും തലമുറക്ക് പോലും ദോഷം ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ദമ്പതികളോട് ബഹുമാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, അഭിമാനത്തോടുകൂടി അവരെ പ്രത്യേകിച്ച് പൂജിക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്രയും മഹത്തായ സ്ഥാനമാണ് ദമ്പതികൾക്ക് കൊടുക്കേണ്ടത്. കാരണം അവർക്ക് നമ്മൾ എത്ര കണ്ട് ബഹുമാനം കൊടുക്കുമല്ലോ അത്രയും ബഹുമാനം നമ്മുടെ കുടുംബത്തിൽ നമ്മൾക്കും കിട്ടും. അതുകൊണ്ട് ദമ്പതികൾക്ക് ദോഷകരമായ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്ന് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. മൂന്നാമത്തെ മഹാപാപം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒന്നോ രണ്ടോ കാര്യങ്ങളല്ല കേട്ടോ, നിരവധി കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ രാഷ്ട്രം, നമ്മുടെ നിലനിൽപ്പ് തന്നെ നമ്മുടെ രാഷ്ട്രത്തിലാണ്. ഈ രാഷ്ട്രത്തിനെതിരെ നമ്മൾ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചെന്നിരിക്കട്ടെ, അത് രാഷ്ട്രത്തിന് വിരുദ്ധമായ രീതിയിൽ വന്നെന്നിരിക്കട്ടെ, അത് ഏറ്റവും വലിയ പാപം. അതേപോലെ തന്നെ ഏതെങ്കിലും കുടുംബത്തിലുള്ള ആൾക്കാർ, ആ കുടുംബത്തിലുള്ള ആൾക്കാരെ തമ്മിൽ തെറ്റിക്കാനോ മറ്റേതെങ്കിലും തരത്തിലോ ആയിട്ട് അവർക്കെതിരെ നമ്മൾക്ക് നേരിട്ട് കണ്ട് പരിചയമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ആരോ പറയുന്നത് കേട്ടിട്ട് നമ്മളത് പ്രചരിപ്പിച്ചെന്നിരിക്കട്ടെ. ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഇന്ന വീട്ടിലെ ആളുടെ മകൻ ഇന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടിയായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഒരാൾ നമ്മളോട് പറഞ്ഞിരിക്കട്ടെ. നമ്മൾ കണ്ടിട്ടില്ല. അയാൾ പറഞ്ഞ സത്യമാണോ കളവാണോ എന്ന് നമുക്ക് യാതൊരുവിധ ഉറപ്പുമില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, ഇത് 10 ആൾക്കാരോട് പറഞ്ഞ് അവരുടെ ചെവിയിലെത്തി അവിടെ ഒരു കലഹം ഉണ്ടായാൽ അതിന് ഉത്തരവാദി നമ്മൾ കൂടിയാണ്. അപ്പോൾ തെറ്റായ പ്രചരണമായിരിക്കാം. അപ്പോൾ ആ തെറ്റ് ശരിയാണെന്ന് 500%, 100%, 500% ഉറപ്പിച്ചാൽ മാത്രമേ നമ്മൾ മറ്റുള്ളവരോട് പറയാൻ പാടുള്ളൂ. പറയുന്നത് ശരിയല്ല. ആ ഒരു കാരണം കൊണ്ട് സന്തോഷകരമായ ഒരു കുടുംബജീവിതം തകരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പറയാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അത് ദാമ്പത്യം തകർക്കുന്ന ഒരു മഹാഭാവമാണ്. അപ്പോൾ ആരോ എന്തോ പറയുന്നത് കേട്ടിട്ട് അതിന് സത്യമുണ്ടെങ്കിൽ പോലും ആ ബന്ധം തകരാൻ വേണ്ടിയിട്ട് നമ്മൾ കൂട്ടു നിൽക്കാൻ പാടില്ല. രാജ്യത്തിനെതിരെ തെറ്റായ കാര്യങ്ങൾ ആര് പറഞ്ഞാലും നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല. ഏതെങ്കിലും കുടുംബത്തിനെതിരെ പാടില്ല. കുടുംബത്തിനെതിരെ ഏതെങ്കിലും നമ്മുടെ ഭരണഘടനയിൽപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾക്കെതിരെ എന്ന് വെച്ചാൽ മറ്റുള്ള ഒരു സംവിധാനത്തിനെതിരെയും, അത് കുടുംബമാകട്ടെ, സ്ഥാപനമാകട്ടെ, രാജ്യമാകട്ടെ, സംഘടനയാവട്ടെ, എന്തായാലും തെറ്റായ പ്രചരണം നടത്തുന്നത് മഹാപാപമായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ തെറ്റായ പ്രചരണം നടത്തിക്കഴിഞ്ഞാൽ അതിനേക്കാളും ദോഷകരമായിട്ട് നമ്മുടെ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ കുടുംബത്തിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രചരണം നമുക്ക് അടുത്ത് തന്നെ ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ നമ്മളാണ് നമ്മുടെ കുടുംബത്തിനെ സംരക്ഷിക്കേണ്ടത്. എങ്ങനെ? നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിച്ചാൽ അതിൻ്റെ 10 മടങ്ങ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കുടുംബത്തിന് കിട്ടാനുള്ള കാരണം എന്താ? നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നുണ്ടാ? അങ്ങനെ ദ്രോഹിക്കാതിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ധർമ്മത്തിനെതിരെ പ്രവർത്തിക്കരുതെന്ന് പറയുന്നു. നാലാമത്തെ മഹാപാപമായിട്ട് കണക്കാക്കുന്നതാണ് ധർമ്മത്തിനെതിരെ. എന്ന് വെച്ചാൽ ഇവിടെ കുടുംബധർമ്മമുണ്ട്. കുടുംബധർമ്മം എന്ന് പറഞ്ഞാൽ അതിൽ കുടുംബനാഥനായിട്ടുള്ള ആ അച്ഛന് അല്ലെങ്കിൽ കുടുംബനാഥന് ഏറ്റവും വലിയ ധർമ്മമാണ് തൻ്റെ കുടുംബത്തെ ഭംഗിയായിട്ട് പരിപാലിക്കുക എന്നുള്ളത്. ആ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് അദ്ദേഹം മദ്യപിച്ച് കൂത്താടി കുടുംബത്തിനെ സംരക്ഷിക്കാതെ അവരെ ദ്രോഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുടുംബധർമ്മത്തിന് വിരുദ്ധമാണ്. സന്തോഷപൂർവ്വം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കുടുംബത്തിൽ നിന്നും
സ്ത്രീ അവിടെ നിന്നും വേറൊരുത്തൻ്റെ കൂട്ടത്തിൽ പോവുകയും ഈ കുടുംബത്തിൻ്റെ ആ സമാധാനം ഇല്ലാതാക്കുകയും ചെയ്യുന്നതും കുടുംബധർമ്മത്തിന് വിരുദ്ധമാണ്. അവർ പരപുരുഷനെ തേടിപ്പോകുന്നത് കുടുംബധർമ്മത്തിന് വിരുദ്ധമാണ്. പരസ്ത്രീയെ തേടിപ്പോകുന്ന പുരുഷനുണ്ടെങ്കിൽ അത് വിരുദ്ധമാണ്. അതുപോലെ തന്നെ ആ കുടുംബത്തിൽ ഞാൻ കാരണം ദുഃഖമുണ്ടാകരുത്, ദുരിതമുണ്ടാകരുതെന്ന് ഓരോ കുടുംബാംഗങ്ങളും ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാർ കുടുംബത്തിൻ്റെ ആ ധർമ്മത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെയാണ് പുത്രധർമ്മമുണ്ട്. പുത്രധർമ്മം എന്ന് പറഞ്ഞാൽ പുത്രിയാവാം പുത്രനാവാം. അവരുടെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ജന്മം നൽകിയിട്ടുള്ള മാതാപിതാക്കളെ മരണം വരെ സംരക്ഷിക്കുവാനുള്ള ഒരു ധർമ്മമുണ്ട് അവർക്ക്. അവരിങ്ങോട്ട് എന്ത് ചെയ്തു എന്നുള്ളതല്ല, നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? അവർക്കൊരു സങ്കടം വരാതെ, അവർക്കൊരു ബുദ്ധിമുട്ട് വരാതെ, അവർക്കൊരു വിഷമം വരാതെ, അവർക്ക് എന്താവശ്യം വന്നാലും അത് ചെയ്തു കൊടുത്തും കൊണ്ട് അവർക്കൊരു തരത്തിലുള്ള ദുഃഖവുമില്ലാതെ കൊണ്ടുപോകേണ്ടത് പുത്രധർമ്മമാണ്. അവരെ അന്ത്യേഷ്ടി വരെയുള്ള ചടങ്ങുകൾ പൂർത്തിയാകുന്നത് വരെ നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നർത്ഥം. അപ്പോൾ പുത്രധർമ്മം നമ്മൾ കൃത്യമായി ചെയ്യണം. അതുപോലെ തന്നെ ഭാര്യാധർമ്മമുണ്ട്, അതുപോലെ തന്നെ രാജ്യധർമ്മമുണ്ട്. അങ്ങനെ ഈ സമൂഹത്തിന് വേണ്ടി സമൂഹധർമ്മമുണ്ട്. അപ്പോൾ ഒരു ധർമ്മത്തിനെതിരെയും നമ്മൾ പ്രവർത്തിക്കരുത്. കാരണം വെച്ചാൽ ഞാൻ കാരണം ഏതെങ്കിലും ഒരു കുടുംബത്തിനോ ഒരു വ്യക്തിക്കോ ഒരു രാജ്യത്തിനോ ഒരു നാടിനോ ഒരു സംഘടനക്കോ ഒന്നിനും തന്നെ ഒരു ദോഷവും ഉണ്ടാകില്ല എന്ന് നമ്മൾ ചിന്തിച്ച് അവർക്കെല്ലാം തന്നെ നല്ലതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതും കുടുംബധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ഈ ധർമ്മത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ആരും ദ്രോഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമുക്കൊരു ധർമ്മമുണ്ട്. മനുഷ്യനായി പിറന്നത് ഏറ്റവും ഭാഗ്യമാണ്. അപ്പോൾ ഈ മനുഷ്യനായി പിറന്ന നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ്. അതും നമ്മുടെ ധർമ്മമാണ്. ഒരു ദിവസം ഒരാളെയെങ്കിലും നമ്മൾ സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ ആ ധർമ്മത്തിൽ നമ്മൾ വിജയിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ധർമ്മവും നമ്മൾ കൃത്യമായി പാലിക്കണം. ആ ധർമ്മം ലംഘിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മഹാപാപമായിട്ടും കണക്കാക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്നർത്ഥം. ഇനി അഞ്ചാമത്തെ ധർമ്മം എന്ന് വെച്ചാൽ വിശ്വാസവഞ്ചന. അത് എന്താണ്? വിശ്വാസവഞ്ചനയിലൂടെ മറ്റുള്ളവരുടെ സ്വത്ത് സമ്പാദിക്കൽ. ഒരാൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സ്വത്താണ്. അത് ബിസിനസ്സാവാം, വീടാവാം, പണമാവാം, സ്വർണമാവാം. ഇങ്ങനെ എന്തെങ്കിലും അവർ കഷ്ടപ്പെട്ട് സ്വന്തമാക്കിയത് നമ്മൾ അവരെ പറ്റിച്ചും കൊണ്ട് നമ്മളെ വിശ്വാസത്തിലെടുത്തിട്ട് അവർ നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുള്ളത് അവരെ നമ്മൾ പറ്റിച്ചും കൊണ്ട് അത് സ്വന്തമാക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ പാപമാണ്. ചില ആൾക്കാരുണ്ട് ഏതെങ്കിലും ബിസിനസ് സ്ഥാപനത്തിൽ വിശ്വസിച്ച് അവരവിടെ മാനേജറിലാക്കിയിട്ടുണ്ടാവും. ഒരവസരത്തിൽ ആ വ്യക്തിയൊക്കെ പറ്റിച്ചിട്ട് ഈ സ്ഥാപനം മൊത്തമായിട്ട് അവർ സ്വന്തമാക്കുന്ന ആൾക്കാരുണ്ടാവും. വീട് സ്വന്തമാക്കുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഒരു അച്ഛൻ്റെ മക്കളായിരിക്കും. ആ അച്ഛൻ്റെ മക്കൾ എല്ലാവർക്കും തുല്യ അവകാശമായിരിക്കും. എന്നാൽ മറ്റുള്ളവരെല്ലാം വഞ്ചിച്ചും കൊണ്ട് ഏതെങ്കിലും ഒരാൾ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അത് മഹാപാതകമായിരിക്കും. മരണാസന സമയത്ത് ദീർഘകാലം കിടപ്പിൽ കിടക്കേണ്ടി വരും, ദുരിതങ്ങൾ അനുഭവിച്ചിട്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസവഞ്ചനയിലൂടെ സ്വത്ത് ഒരിക്കലും തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്നും കൂടി പറയുന്നു. ആറാമത്തെ പാപമായി കണക്കാക്കുന്നത് വെച്ചാൽ ദുർബലരായ ആൾക്കാരെ പീഡിപ്പിക്കാൻ പാടില്ല എന്നാണ്. നമ്മൾക്ക് താഴേക്കിടയിലുള്ള സാമ്പത്തികമായിട്ട്, ആരോഗ്യപരമായിട്ട്, ജാതിപരമായിട്ട് ഏതൊക്കെ തരത്തിൽ നമ്മൾക്ക് താഴേക്കിടയിൽ ആൾക്കാരുണ്ട് അവരെ പരിഹസിക്കൽ എന്ന് പറഞ്ഞാൽ പീഡനമാണ്. നിറം കൊണ്ട് നമ്മളെക്കാൾ കാണാൻ സൗന്ദര്യമില്ലാത്തതുകൊണ്ട് ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരെ പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ അവരെ പീഡിപ്പിക്കുന്നതിന് തുല്യമാണ്. നമ്മൾ ധരിക്കും അവരെ അടിക്കലോ പിന്നെ വെട്ടുകയോ ഒന്നുമല്ല പീഡനം, അതും പീഡനം തന്നെയാണ്. പക്ഷേ അവരുടെ മനസ്സ് മുറിവേൽപ്പിക്കുന്നത് ഏറ്റവും വലിയ പീഡനമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ദുർബലരെന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും കഴിവ് കുറഞ്ഞ ആൾക്കാർ, സൗന്ദര്യമാകട്ടെ, ആരോഗ്യമാവട്ടെ, അതുപോലെ തന്നെ സാമ്പത്തികമാവട്ടെ, എല്ലാ മേഖലയിലും, വിദ്യാഭ്യാസത്തിലാവട്ടെ, എല്ലാ മേഖലയിലും മറ്റൊരു ദുർബലരായ ആൾക്കാരെ ഒരു കാരണവശാലും പരിഹസിക്കരുത്, അല്ലെങ്കിൽ അവരെ മാനസികമായി പീഡിപ്പിക്കരുത്. അങ്ങനെ പീഡിപ്പിച്ചു കഴിഞ്ഞാലും അത് മഹാപാപമായിട്ട് കണക്കാക്കുന്നു. അവർക്ക് ജീവിതകാലം മുഴുവൻ തന്നെ തലയുയർത്തി നടക്കാൻ പറ്റാത്ത വിധത്തിൽ നാണക്കേടുണ്ടാകുമെന്നർത്ഥം, അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ എന്നർത്ഥം. ഇനി ഏറ്റവും അവസാനത്തത് മിണ്ടാപ്രാണികളായിട്ടുള്ള സഹജീവികളെ ഒരു കാരണവശാലും ദ്രോഹിക്കരുതെന്നാണ്. ചില ആൾക്കൊരു പട്ടിയെ കാണേണ്ട അവസരത്തിൽ കല്ലെടുത്തിട്ട് അതിൻ്റെ പടലിൽ കയറി, അത് പൂച്ചയായാലും വേണ്ടില്ല, ഏത് ജീവികളെ കണ്ടാലും അതിനെ ആക്രമിക്കുക എന്നുള്ളത് ചില ആൾക്കാരുടെ ഒരു ശീലമാണ്. എന്നാൽ അവർക്ക് ഒരു പട്ടിയാവട്ടെ, പൂച്ചയാവട്ടെ, മറ്റേത് ജീവജാലങ്ങളാവട്ടെ, അവരെ സഹായിക്കുക നമ്മൾ മനസ്സ് മുതിർന്നാൽ, സഹായിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറായാൽ അത് ഏറ്റവും വലിയ പുണ്യമായിട്ട് കണക്കാക്കുന്നു. അവർക്ക് വെള്ളം കൊടുക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ ചെയ്താൽ തന്നെ ഏറ്റവും വലിയ പുണ്യമാണ്. അവർ അപകടത്തിൽപ്പെട്ടാൽ അവരെ സംരക്ഷിക്കുക, സഹായിക്കുക.
എന്നാൽ മിണ്ടാപ്രാണികളായ പശു ആവട്ടെ ഇനി ഏത് ജീവിയാവട്ടെ അതിനെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് സംസാരശേഷി ഇല്ലാതെയായി മറ്റുള്ളവരുടെ പരിഹാസത്തിന് പാത്രമായി പട്ടിണി കിടന്ന് ദീർഘകാലം നരകിച്ച് മരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെയുള്ള മഹാപാതകങ്ങൾ ചെയ്താൽ എന്തായിരിക്കും അതിനുള്ള ഫലമെന്ന് കൃത്യമായിട്ട് ഗരുഡപുരാണത്തിൽ പ്രേതകൽപ്പത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കുട്ടികൾക്കും കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഒരു കാരണവശാലും ഇത്തരം മാപ്പില്ലാത്ത ക്രൂരതകൾ ചെയ്യാൻ നമ്മൾ തുനിയാൻ പാടില്ല. നമ്മൾ കളവും അതുപോലെ തന്നെ പരദൂഷണം പറയുന്നതെല്ലാം തന്നെ നിർത്തണം. നമ്മുടെ ജീവിതം സന്തോഷകരമാകണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സന്തോഷകരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരിക്കലും ദുഃഖമുണ്ടാകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.